നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. തിരികെ എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും ഒരു ആയുധം എടുത്ത് പ്രയോഗിക്കാനോ കഴിയാതെ ഇങ്ങനെ നിരായുധിയായി നിൽക്കുന്ന ഒരു കാഴ്ച വളരെ മുൻപേ ഞാൻ സ്വപ്നം കണ്ടതാ. ആ വിദൂര സ്വപ്നം ദാ ഇപ്പൊ എന്റെ മുന്നിൽ ഇങ്ങനെ ഇരുകാലിൽ നിൽക്കുന്ന കാണുമ്പോ മനസ്സിൽ സന്തോഷം തോന്നുന്നുണ്ട് എനിക്ക്. സച്ചിയേട്ടനും അർച്ചനേട്ടത്തെയും എങ്ങനെയാ സന്തോഷമായിട്ട് ഇതിൽ പങ്കെടുക്കുന്നത്? ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാര്യമല്ല, സന്ദീപിന് പോലും വരാൻ പറ്റാത്ത സാഹചര്യം. സ്നേഹയുടെ ആവശ്യത്തിന് സന്ദീപ് ഇല്ലെങ്കിൽ പിന്നെ വേറെ ആരുണ്ടായിട്ട് എന്താ കാര്യം? വിവാഹം കഴിക്കുന്നവർ തന്നെ ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക് അത് കുറച്ചുകൂടെ നീട്ടിവെച്ചൂടെ അച്ഛാ? അർച്ചന ഇന്നലെ ഈ കാര്യം സൂചിപ്പിച്ചപ്പോൾ തന്നെ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു. അത് ശരിയാണെന്ന് തോന്നുകയും ചെയ്തു. ജോൽസിനെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ വിവാഹം ഈ സമയത്ത് നടന്നില്ലെങ്കിൽ പിന്നെ ഇപ്പോഴൊന്നും നടക്കില്ലെന്നാ. പിന്നീട് നമ്മളായിട്ട് നടത്തിയാൽ അത് വലിയ ദോഷമുണ്ടാകുമെന്നും പറഞ്ഞു. ഞാൻ ഈ കാര്യം മാഷിനെ അറിയിച്ചപ്പോൾ അവരുടെ കാര്യം നോക്കണ്ടെന്നും വിവാഹം നടക്കട്ടെ എന്നുമാ മാഷു എന്നോട് പറഞ്ഞത്. ആതിരയുടെ കാര്യം നമ്മൾ പ്രതീക്ഷിച്ച തന്നെയാ. അപ്രതീക്ഷിതമായി ഞെട്ടിയത് അനൂപിന്റെ കാര്യത്തിലാണ്. അറിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അനൂപ് പൂർവ്വസ്ഥിതിയിലേക്ക് തിരികെ വരാൻ കുറേ നാളെടുക്കും. അതുവരെയൊക്കെ വിവാഹം നീട്ടിവെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് ധനുഷിന്റെ കുടുംബത്തെ മുഴുവൻ ബുദ്ധിമുട്ടിക്കുന്ന പോലെ ആവില്ലേ? ധനുഷിനിങ്ങനെ തോന്നിയതും വന്നു പറഞ്ഞതും നല്ല കാര്യം തന്നെയാ. ആ വലിയ മനസ്സും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ നിവൃത്തികേടാ ഞാൻ പറഞ്ഞത്. എന്താച്ചാ എല്ലാരും കൂടി തിരക്കിട്ട ചർച്ചയിലാണല്ലോ? ഒന്നുമില്ല മോനെ, മാഷും കുടുംബവും ആശുപത്രിയിലായതുകൊണ്ട് അവർക്ക് ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റിയെന്ന് വരില്ല. ധനുഷടക്കം ഇവരുടെയൊക്കെ അഭിപ്രായം വിവാഹം നീട്ടിവെക്കണമെന്നാ. ജ്യോത്സ്യം പറയുന്നത് ഇപ്പൊ നടക്കണമെന്നും മാഷും പറയുന്നത് വിവാഹം നടക്കട്ടെ എന്നാ. എന്താ നിന്റെ അഭിപ്രായം? ഇവരെയൊക്കെ പോലെ തന്നെ ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചതാ. ജോൽസിന്റെ വാക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതിനു പുറമെ കുറെ കാര്യങ്ങൾ വേറെയുണ്ട്. അതൊന്നും വിവാഹം നീട്ടിവെക്കുന്നതിന് തടസ്സമല്ലെങ്കിലും നിസ്സാരമായി എടുക്കാൻ പറ്റാത്തതാണ്. വിവാഹം നടത്താനും അത് കഴിഞ്ഞുള്ള സൽക്കാരത്തിനും മറ്റും അമ്പലവും ഹാളും ബുക്ക് ചെയ്ത് കഴിഞ്ഞു. വാഹനങ്ങൾ, ഇവന്റ് ടീംസ്, ഭക്ഷണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനോടകം ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതിനെല്ലാം പുറമെ ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും ക്ഷണിക്കുകയും ചെയ്തു. വിവാഹത്തിന് നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളെങ്കിലും അന്ന് രാത്രിയിലെ ആഘോഷങ്ങൾക്ക് എല്ലാവരെയും ക്ഷണിച്ചിരിക്കുകയാണ്. വിവാഹം മാറ്റിവെക്കുന്ന കാര്യം എല്ലാവരെയും അറിയിക്കാൻ പോലും സമയം കിട്ടത്തില്ല. ഈ പറയുന്ന എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഈ വിവാഹം പറഞ്ഞ സമയത്ത് നടക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മൾ ഉദ്ദേശിച്ച ആഡംബരം കുറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷേ വിവാഹ ചടങ്ങ് നടത്തണം. അതെ അച്ഛാ,
അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന കരുതിയല്ലല്ലോ നമ്മളിതൊന്നും തീരുമാനിച്ചത്. ഇനി 4 ദിവസമേ ഉള്ളൂ വിവാഹത്തിന്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യാൻ പോലും സമയമില്ല. പിന്നെ മാഷു അനുവാദം തന്ന സ്ഥിതിക്ക് അങ്ങനൊരു ആലോചനയിലേക്ക് പോകേണ്ട ആവശ്യമില്ലെന്നാ എൻ്റെ ഒരു അഭിപ്രായം. ഇതെല്ലാം മനുഷ്യരുടെ ഓരോരോ അവസ്ഥകളല്ലേ. ധനുഷും സ്നേഹയും ഇനി ആ കാര്യങ്ങൾ ഓർത്ത് വെറുതെ ടെൻഷൻ ആവണ്ട. നമുക്ക് പറഞ്ഞ സമയത്ത് തന്നെ വിവാഹം നടത്താം. ഇനി 4 ദിവസം എന്ന് പറയുമ്പോൾ സമയം അങ്ങ് അടുത്തു. ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതുമായിട്ട് മുന്നോട്ട് പോവാം. അച്ഛാ, കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി എല്ലാവർക്കും ഡ്രസ്സുകളും ആഭരണങ്ങളും വാങ്ങണം. അതിനെയും നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാവത്തില്ല. ഇന്ന് തന്നെ പോയാലോ എന്നാലോചിക്കുക. ഇന്ന് തന്നെ എല്ലാവരുമായിട്ട് പൊയ്ക്കോളൂ. അപ്പൊ അവരവർക്ക് ആവശ്യമുള്ളത് അവർക്ക് തന്നെ എടുക്കാമല്ലോ. ഞാൻ വരുന്നില്ല. എന്റെ ഭാര്യയുടെ സഹോദരനും അനിയന്റെ ഭാര്യയും ഹോസ്പിറ്റലിലാണ്. ഞാനും അർച്ചനയും അങ്ങോട്ട് പോകും. പിന്നെ ഓഫീസിൽ എനിക്ക് ചില അത്യാവശ്യ ജോലികളുണ്ട്. എല്ലാവരും വിവാഹത്തിരക്കിലായ പിന്നെ അതൊക്കെ പെൻഡിങ് ആവും. അതുകൊണ്ട് എന്നെ ആരും ഒന്നിനും പ്രതീക്ഷിക്കണ്ട. അവൻ വരുന്നില്ലെങ്കിൽ വരണ്ട. നിങ്ങൾ എല്ലാവരോടും പോയിട്ട് വാ. ഓരോരുത്തർ ഇങ്ങനെയായാൽ എന്ത് ചെയ്യാൻ പറ്റും? സ്നേഹ, വാ. എന്തൊക്കെയാ വാങ്ങിക്കേണ്ടതിനെ കുറിച്ച് ലിസ്റ്റ് ഉണ്ടാക്കാം. വാ. ഒരു ലെവലേശ് ഉറപ്പില്ലാതെ നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഇവിടെ കണ്ടതെല്ലാം ഒരു നാടകമായിരുന്നു. ഇവിടെയുള്ളവരുടെയൊക്കെ മനസ്സറിയാൻ ഞാനും ഇവനും കൂടെ ഉണ്ടാക്കിയ നാടകം. ജോൽസിനെ കൊണ്ട് വീണ്ടും അങ്ങനെ പറയിപ്പിച്ചതേ ഞങ്ങള്. തിരികെ എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും ഒരു ആയുധം എടുത്ത് പ്രയോഗിക്കാനോ കഴിയാതെ ഇങ്ങനെ നിരായുധിയായി നിൽക്കുന്ന ഒരു കാഴ്ച വളരെ മുൻപേ ഞാൻ സ്വപ്നം കണ്ടതാ. ആ വിദൂര സ്വപ്നം ദാ ഇപ്പൊ എന്റെ മുന്നിൽ ഇങ്ങനെ ഇരുകാലിൽ നിൽക്കുന്ന കാണുമ്പോ മനസ്സിൽ സന്തോഷം തോന്നുന്നുണ്ട് എനിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.